പാഠം 485 പ്രതികരണത്തിന്റെ രീതികൾ. ചായ. നീ പത്രം വായിച്ചോ? എല്ലാ സാധനങ്ങൾക്കും നികുതി കൂട്ടാൻ പോവുകയാണെന്ന്. സാധനങ്ങളുടെ വില കുതിച്ചുയരും. ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ മുണ്ട് മുറുക്കി കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ തരക്കേടില്ലാത്ത രീതിയിൽ മുണ്ട് മുറുക്കി കൊടുത്താണ് നമ്മൾ ഇപ്പൊ തന്നെ ജീവിച്ചോണ്ടിരിക്കുന്നത്. ഇനിയും ചെലവ് ചുരുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടക്ക എന്നാണ് അർത്ഥം. അങ്ങനെ പറയരുത് ഭാമേ. നാട്ടിലൊരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ അതനുസരിച്ച് പെരുമാറണ്ടേ? കറണ്ട് ചാർജും കുടിവെള്ളത്തിന്റെ പൈസയൊക്കെ കൂടും. എല്ലാം വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. മോഹനേട്ടനെ പോലെ സത്യസന്ധനായ പ്രതികരണ ശേഷിയുള്ള ആളുകൾ ഇങ്ങനെ കരുതുന്നതാണ് അതിന്റെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ പ്രതിസന്ധി എങ്ങനെ വന്നു എന്നാണ് മോഹനേട്ടൻ കരുതുന്നത്? പ്രകൃതി ദുരന്തം വല്ല ഉണ്ടായോ? യുദ്ധം ഉണ്ടായോ? ക്ഷാമം ഉണ്ടായോ? അതല്ല, ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്ത് എന്തെങ്കിലും മഹാകാര്യങ്ങൾ ചെയ്തോ? ഒന്നുമില്ല. അപ്പൊ പിന്നെ ഈ കാശ് മുഴുവൻ എവിടെ പോയി? ചായയിലൊരിത്തിരി പഞ്ചസാര കൂടിയ ദൂർത്ത് മോഹനേട്ടൻ പറയാറുണ്ടല്ലോ. ഈ വീട്ടിൽ അനാവശ്യമായി ഒരു പൈസ പോലും ചെലവാക്കില്ല. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ശ്രദ്ധയും ഉത്തരവാദിത്വം വീട്ടിൽ മാത്രം പോരല്ലോ. മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനം പറയാൻ എന്നെ കിട്ടില്ല എന്ന്. അവളെന്താ ഉദ്ദേശിച്ചത് അതറിയണമല്ലോ. ഭാമേ, നീ ഇപ്പൊ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താ? ആര് പണം ധൂർത്തടിച്ചെന്നാ? മോഹനേട്ടാ, ഞാൻ ഒരുപാട് സാമ്പത്തിക ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന്റെ സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. ഇപ്പോ ഈ പറയുന്ന പ്രതിസന്ധി എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പൊ പിന്നെ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു സമാധാനം പറയണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നീ പറയുന്ന കേട്ടാ ഞാൻ എന്തോ ചെയ്തെന്ന് തോന്നുമല്ലോ. മോഹനേട്ടനാണെന്നല്ലോ ഞാൻ പറഞ്ഞു. പക്ഷേ ആരുടെയോ പിടിപ്പുകേട് കൊണ്ടാണ് ഇതുണ്ടായത് എന്നതിൽ സംശയമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട്. അവിടെ അച്ഛനും അമ്മയും 2-3 മക്കളും. അച്ഛന്റെ ശമ്പളവും കൃഷിയിൽ നിന്നുള്ള വരുമാനവും ഒക്കെ കൊണ്ട് അവർ സുഖമായി ജീവിക്കുന്നു. ഒരു ദിവസം അച്ഛൻ പറയുക, കയ്യിൽ 10 പൈസയില്ല, ചെലവ് കുറയ്ക്കണം, കുട്ടികൾ സ്കൂളിൽ പോകണ്ട, ഭക്ഷണം ഇനി 2 നേരം മതി എന്നൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ ചോദിക്കില്ലേ, കഴിഞ്ഞ മാസം വരെ പൈസ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ പൈസ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന്? പല കാരണങ്ങളുണ്ടാവാം. വീട്ടിലാർക്കെങ്കിലും രോഗം വന്ന് ഒരുപാട് കാശ് ചികിത്സയ്ക്ക് വേണ്ടി ചെലവായി. വീട്ടിൽ പുതിയ കാറ് വാങ്ങി, വീട് മോടി പിടിപ്പിച്ചു, അങ്ങനെ പലതും. അതൊന്നും ഈ വീട്ടിലില്ല. അപ്പൊ പിന്നെ പറയാൻ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകുന്നില്ല, വരുമാനമില്ല. അല്ലെങ്കിൽ വീട്ടുകാരറിയാതെ അച്ഛൻ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നു. കള്ളുകൂടിയാവാം, ചീട്ടുകളിയാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ചുരുക്കത്തിൽ കാരണം എന്തായാലും അച്ഛന്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടാണ് കുട്ടികൾ പട്ടിണി കിടക്കേണ്ടി വന്നതും അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ വന്നതും. ഇവിടെയും അത് തന്നെയാണ് പ്രശ്നം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെ പിടിപ്പുകേടും ധൂർത്തുമാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. അവർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതോ പാവം പൊതുജനവും. ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളേ. ഭാമേ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടങ്ങ് പോയാ പോരാ. ആരുടെ ഉത്തരവാദിത്ത കുറവിനെ പറ്റിയാണ് നീ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? ഞാൻ ആരെ പറ്റിയാ പറഞ്ഞതെന്ന് മോഹനേട്ടൻ നന്നായിട്ട് അറിയാം. പക്ഷേ മോഹനേട്ടൻ അത് സമ്മതിക്കില്ല. കാരണം മോഹനേട്ടൻ സർക്കാർ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. ഇക്കാര്യത്തിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഖജനാവിൽ 10 പൈസ ഇല്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും? ഈ ഖജനാവിലെ പൈസ എവിടെ പോയി? കാക്ക കൊണ്ടുപോയോ? അതിപ്പോ സർക്കാരിന് ഒരുപാട് ചിലവുണ്ടാവും. അതൊക്കെ ഇപ്പോ എണ്ണി പറയാൻ പറ്റുമോ ഭാമേ? പറയണം മോഹനേട്ടാ. കാരണം ഈ സർക്കാരിലുള്ളവരുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശല്ല സർക്കാർ ഖജനാവിലുള്ളത്. അത് പൊതുജനങ്ങളുടെ പൈസയാണ്. ആ പൈസ എന്ത് ചെയ്യണമെന്ന് പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. മോഹനേട്ടാ, ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഒരുപാട് സാമ്പത്തിക ശാസ്ത്രമൊന്നും അറിയില്ലെന്ന്. പക്ഷേ കേൾക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം ഞാൻ പറയാം. എപ്പോഴാണ് നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി വരുന്നത്?
അയൽ രാജ്യങ്ങളുമായി യുദ്ധമുണ്ടാകുമ്പോൾ ആയുധങ്ങൾക്കും മറ്റുമായി പണം ചെലവാക്കേണ്ടി വരും. അപ്പൊ പ്രതിസന്ധി ഉണ്ടാവും. കാശ്മീരിൽ ഇപ്പോഴുണ്ടായതുപോലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സഹായിക്കാനായി ഒരുപാട് കാശ് ചെലവാക്കേണ്ടി വരും. അപ്പോഴും പ്രതിസന്ധി ഉണ്ടാവും. കാലാവസ്ഥ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ കൃഷിനാശമുണ്ടായി ക്ഷാമമുണ്ടാവുമ്പോൾ ജനങ്ങളുടെ പട്ടിണി മാറ്റാനായി ഒരുപാട് പണം വേണ്ടി വരും. അപ്പോഴും പ്രതിസന്ധി ഉണ്ടാവാം. നമ്മുടെ നാട്ടിൽ ഇപ്പോ ഇതിലേത് കാരണത്തിന്റെ പേരിലാ പ്രതിസന്ധി? ഈ വരവിനെക്കാട്ടിൽ ഒരുപാട് കൂടുതൽ ചെലവ് വരുമ്പോഴാണല്ലോ പ്രതിസന്ധി ഉണ്ടാവുന്നത്. അതായത് ഒന്നെങ്കിൽ ചെലവ് കൂടി, അല്ലെങ്കിൽ വരവ് കുറഞ്ഞു. ചെലവ് കൂടിയെങ്കിൽ അത് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടില്ലാത്ത എന്ത് ചെലവാണ് കൂടിയത്? വരവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? അതിപ്പോ പല കാരണങ്ങളുണ്ടാവും. മധ്യത്തിൽ നിന്നുള്ള വരുമാനം കുറയുമ്പോ സർക്കാർ എന്ത് ചെയ്യും? അന്തസ്സുള്ള ആളുകൾക്ക് പറയാൻ കൊള്ളാവുന്ന ന്യായമാണോ ഇത്? കളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കുറഞ്ഞതുകൊണ്ട് കുടിവെള്ളത്തിന്റെ വില കൂട്ടുക, കൊള്ളാം. സർക്കാരിനപ്പോ മദ്യവും കുടിവെള്ളവും ഒക്കെ ഒന്ന് തന്നെ. പക്ഷേ മദ്യം പോലൊരു വിപത്തിൽ ഒഴിവാക്കാൻ വേറെന്താ വഴി? മോഹനേട്ടൻ ജീവിതത്തിൽ ഇതുവരെ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല. നാട്ടിലെ കുടിയന്മാരുടെ കുടി നിർത്താൻ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലാത്ത മോഹനേട്ടൻ കാശ് മുടക്കേണ്ടി വരുന്നു. അത് ഗംഭീരമായിട്ടുണ്ട്. ഇതൊന്നുമല്ല പ്രശ്നം. മനുഷ്യന് അത്യാവശ്യമുള്ള സാധനങ്ങൾക്ക് സർക്കാർ നികുതി കൂട്ടുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി പിരിച്ചെടുക്കാനുള്ളപ്പോൾ ആദ്യം അത് പിരിക്കാനല്ലേ നോക്കേണ്ടത്? അത് പിരിക്കാതെ പാവം പൊതുജനങ്ങളുടെ മേൽ കുതിര കയറി കളിക്കുക. ഇത് ശരിയാണോ? നീ എന്താ വലിയ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ? രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ലല്ലോ മോഹനയുടെ രാഷ്ട്രീയമുള്ളത്. രാഷ്ട്രത്തിലെ മുഴുവൻ പൗരന്മാർക്കും രാഷ്ട്രീയ ബോധം വേണം. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് മുന്നേ എന്റെ ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി കിട്ടണ്ടേ? ഇന്നലെ ഒരു ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നതിന് മോഹനേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. നല്ലത്. വൈദ്യുതി സൂക്ഷിച്ചുപയോഗിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ വൈദ്യുതി ബോർഡിന് പിരിഞ്ഞു കിട്ടാനുള്ള 100 കണക്കിന് കോടി രൂപ പിരിച്ചെടുക്കാത്ത എന്തുകൊണ്ടാണ്? മോഹനേട്ടൻ കൃത്യമായിട്ട് കറണ്ട് ചാർജ് അടയ്ക്കുന്ന ആളാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം കറണ്ട് ചാർജ് അടയ്ക്കാൻ ഒരു ദിവസം താമസിച്ചാൽ ഫ്യൂസ് ഊരുന്നവരാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ്. എന്നിട്ടും ഇത്രയും കോടി രൂപ കുടിശ്ശിക വന്നത് എങ്ങനെയാണ് മോഹനേട്ടാ? മതി, എനിക്ക് ആഫീസ് പോകുന്നേരായി. നീ പറയുന്ന കേട്ടോണ്ടെന്നാ എനിക്ക് ആഫീസ് പോകാൻ പറ്റില്ല. കൊള്ളാം, ഒളിച്ചോണം. ഒരു കാര്യം പറയുമ്പോ മറുപടി പറയാനില്ലാതെ ഓടി രക്ഷപ്പെടുക. അതെങ്ങനെയാ? മോഹനേട്ടന്റെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലുത് സർക്കാരാണല്ലോ. എന്നെ ആരെങ്കിലും തെറി പറഞ്ഞാൽ വലിയ ഓഫീസർക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ സർക്കാരിനെ പറഞ്ഞാൽ സാറിന് നോവും. നമസ്കാരം വക്കീലേ. നമസ്കാരം. എന്താ രാവിലെ? വക്കീൽ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ തെക്കേലെ സുധാരണ എക്സൈസുകാർ പൊക്കിക്കൊണ്ടുപോയി. എന്തിന്? ഒന്നും പറയാതിരിക്കുകയാണ് വക്കീലെ നല്ലത്. നാട്ടിലുള്ള ബാറുകളൊക്കെ അടയ്ക്കാണെന്ന് കേട്ടപ്പോഴേ സുധാരൻ തീരുമാനിച്ചു വാറ്റ് തുടങ്ങാൻ. പണ്ട് സുധാരണ പണി ഇതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ആളുകൾ വാറ്റുകൂടി നിർത്തിയപ്പോഴാണ് ആശ ഈ പരിപാടി അങ്ങ് നിർത്തിയത്. പക്ഷെ മദ്യനിരോധനം വരുന്നത് കേട്ടപ്പോഴേ സുധാരൻ ഓളൊന്നും ഉഷാറായി. ഇന്ന് രാവിലെ ഒന്ന് സാമ്പിൾ വാറ്റി നോക്കിയതാ. അതിലൊക്കെ ആരോ എക്സൈസുകാരെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് അവര് വന്ന് കൂടും കുടുക്കം എടുത്തോണ്ട് സുധാരനെ കൊണ്ടുപോയി. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? വ്യാജപാറ്റ് നടത്തുന്നവരുടെ കേസ് വാദിക്കാൻ വേറെ ആളോ നോക്കിക്കോളണം. അയ്യോ അങ്ങനെ പറയല്ലേ വക്കീലെ. പിന്നെ വക്കീലെ, ബിസിനസ് പരമായിട്ട് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടാകാൻ പോകുന്നത് ഈ അബ്കാരി മേഖലയില. അതെ, വക്കീൽ ഇപ്പോഴേ സംഭവം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ മദ്യനിരോധനം വരുന്നതോടുകൂടി കേസിന്റെ 1000 കളിയായിരിക്കും. സർക്കാരിന് എത്ര മസിൽ പിടിച്ചാലും നാട്ടുകാരുടെ കൂടി നിർത്താൻ പറ്റിയേ ഇല്ല. ബ്രാൻഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ സ്വന്തമായിട്ട് ചാരാൻ പറ്റും. കുറെ വാറ്റി കഴിയുമ്പോ പോലീസോ എക്സൈസോ പിടിക്കും, കേസും ആവും. ഉത്തമൻ എനിക്ക് കേസ് ഉണ്ടാക്കി തരാൻ വന്നതാ. അങ്ങനല്ല വക്കീലെ, സുധാരൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അവന്റെ കാര്യം പറയാൻ വന്നപ്പോ നാട്ടിലുള്ള പൊതുവായ അവസ്ഥ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നമസ്കാരം സാർ. നാട്ടിലെ ആ പൊതുവായ അവസ്ഥ ഉത്തമൻ ദാ ഈ നിൽക്കുന്ന സാറിനങ്ങ് പറഞ്ഞു കൊടുത്താട്ടെ. സർക്കാർ കാണിക്കുന്നത് എല്ലാം ശരിയാണെന്ന് പറഞ്ഞോണ്ട് നടക്കുക. എന്താ പ്രശ്നം? അല്ല അതുകൊണ്ട് സാറേ, നമ്മുടെ തെക്കേലെ സുധാരനെ വാറ്റുചാര ഉണ്ടാക്കിയതിനെ എക്സൈസുകാർ പിടിച്ചു. നന്നായി പോയി. നിയമം ലംഘിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നിയമലംഘനമൊന്നും ആയിട്ടില്ലല്ലോ. മദ്യം കിട്ടാതെ വരുമ്പോൾ നാട്ടിലെ സകല കുടിയന്മാരും വാറ്റ് തുടങ്ങും. അതോടെ സർക്കാരിന് ഇപ്പൊ കിട്ടുന്ന കാശ് കിട്ടാതെ വരികയും ചെയ്യും. വാറ്റ് കുടിച്ച് ചത്തവർക്ക് നഷ്ടപരിഹാരം വേറെ കൊടുക്കേണ്ടി വരികയും ചെയ്യും. സാരമില്ല, അപ്പോഴും കാശിന് സർക്കാരിന് മുന്നിൽ വഴിയുണ്ട്.
അരിയുടെയും കുടിവെള്ളത്തിന്റെ വില അങ്ങ് കൂട്ടുക. വഴിയിലൂടെ നടന്നു പോകുന്നതിനും നികുതി ഏർപ്പെടുത്തുക. സർക്കാർ സ്കൂളും സർക്കാർ ആശുപത്രികളും അടച്ചുപൂട്ടുക. ഒടുവിൽ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് മുഴുവൻ സർക്കാർ ചെലവിൽ വിഷം വാങ്ങി കൊടുക്കുക. അതോടെ സർക്കാരിന്റെ തലവേദനയെല്ലാം തീരുമല്ലോ. ഞാൻ ഇറങ്ങുന്നു. കണ്ടോ വില്ലേജ് മിണ്ടാട്ടം മുട്ടി പോകുന്ന പോക്കുണ്ടോ? രാവിലെ എന്തോ തർക്കം ഉണ്ടായ ലക്ഷണം ഉണ്ടല്ലോ വക്കീലേ. വേറൊന്നുമല്ല ഉത്തമ, സകല സാധനങ്ങൾക്ക് വില കൂടുന്നതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അപ്പോ വില്ലേജ് ഓഫീസർ സർക്കാരിന്റെ പക്ഷം പിടിക്കാൻ വന്നു. പിരിച്ചെടുക്കാനുള്ള നികുതി പിരിച്ചെടുത്തിട്ട് പോരെ പുതിയ നികുതി കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചത് സാറിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അങ്ങനെ പറയരുത് വക്കീലേ. ഈ വില്ലേജിൽ കിട്ടാനുള്ള മുഴുവൻ നികുതിയും പിരിച്ചെടുക്കാൻ മോഹനേന്ദ്ര സാർ ഇന്നലെ തന്നെ ശ്രമം തുടങ്ങിയല്ലോ. എന്ത് ശ്രമം? ഇന്നലെ രാത്രി 9 മണിയായപ്പോ ഞാൻ വില്ലേജ് ഓഫീസിന്റെ അതുവഴി പോയപ്പോ അവിടെ വെളിച്ചം കണ്ടു. ഞാൻ കയറി നോക്കിയപ്പോ ശിശുപാല സാറും സ്വയംപ്രഭ സാറും കൂടി പിരിഞ്ഞു കിട്ടാനുള്ള നികുതിയുടെ കണക്ക് അങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. ഇത് സർക്കാരിന്റെ തീരുമാനമൊന്നുമല്ല, വില്ലേജ് ഓഫീസർ മോഹനേന്ദ്ര സാറിന്റെ സ്വന്തം പരിഷ്കാരമാണ്. എന്നിട്ട് മോഹനേന്ദ്ര എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മോഹനേന്ദ്ര സാർ രണ്ടും കൽപ്പിച്ചാണ്. പിന്നെ ഈ വില്ലേജിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. വക്കീലെ സുധാകരന്റെ കാര്യം അത് നടക്കില്ല. വേണ്ട, അല്ലെങ്കിൽ തന്നെ സുധാകരന് ചാര മാറ്റേണ്ട കാര്യം തോന്നല്ലേ. നടന്നില്ല. മോഹനേന്ദ്ര ആള് കൊള്ളാലോ. ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് എന്നോട് പറയാൻ എന്താ? ഇങ്ങനെ പോയാൽ നമ്മുടെയൊക്കെ കാര്യം കട്ട പുകയാ കാഞ്ഞന സാറേ. സകല സാധനങ്ങൾക്ക് വില കൂടുകയും ചെയ്യും, ശമ്പളോട്ട് കൂട്ടുകയില്ല. ഹോ, എങ്ങനെ ജീവിക്കും? വാസ്തവ പ്രഭേ, വെള്ളത്തിനും കറണ്ടിനും തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂടി, പെട്രോളിന്റെ വില കൂടി. ഇനിയിപ്പോ രാവിലെ ആഫീസിലേക്ക് നടന്നു വന്നാലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ. നമുക്കൊക്കെ ശമ്പളമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ പ്രൊഫസറെ. പല വകുപ്പിലും പെൻഷൻ മുടങ്ങിയിട്ട് നാളുകളേറെയായി. ആയുസിന്റെ നല്ല ഭാഗം സർക്കാരിന് വേണ്ടി ചെലവഴിച്ചിട്ട് വയസ്സുകാലത്ത് മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണേ. നികുതി പിരിക്കാത്തോണ്ടാണ് കാശില്ലാന്ന് കേട്ടപ്പോഴേ മോഹനേന്ദ്ര സാർ ചാടി ഇറങ്ങിയല്ലോ. ഇനിയിപ്പോ അതിന്റെ കഷ്ടപ്പാട് നമുക്കായി. നിങ്ങൾക്കൊക്കെ എന്ത് കഷ്ടപ്പാട്? എന്നെപ്പോലുള്ള സാധാരണക്കാരന് വല്ലപ്പോഴും ഒരു പെക്കിൽ ബ്രാൻഡിയിൽ വെള്ളമോ കണ്ണീരോ ഒഴിച്ചു കുടിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങിയതാ. നമ്മുടെ വെള്ളം കൂടി മുട്ടിയതിന് ആർക്കും ഒരു പരാതിയില്ല. ഭരണക്കാർക്കും ഇല്ല, പ്രതിപക്ഷത്തിനും ഇല്ല. അത് നന്നായെന്ന് ഞാൻ പറയൂ. നമ്മുടെ നാട്ടിലുള്ളവർ എന്തുമാത്രം കാശാ കുടിച്ചു തീർക്കുന്നത്. മദ്യം നിരോധിക്കുന്നത് നല്ലത് തന്നെയാ. ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം മറക്കരുത് കാഞ്ചന സാറേ. ഇത്തവണ ഓണത്തിന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ സർക്കാർ മൂക്കുകൊണ്ട് ഇച്ഛ വരച്ചപ്പോ കാശ് കൊടുത്ത് സഹായിക്കാൻ ബീവറേജ് കോർപ്പറേഷനെ ഉണ്ടായിരുന്നുള്ളൂ. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഇപ്പോൾ ആദ്യം കൂട്ടിയത് മദ്യത്തിന്റെ കാശാ. ചുരുക്കി പറഞ്ഞ നമ്മുടെ സർക്കാർ പ്രധാനമായി ആശ്രയിക്കുന്നത് കള്ള് വിറ്റ് കിട്ടുന്ന കാശാ. ഒക്കെ കൂടി ഒറ്റയടിക്ക് നിരോധിച്ചിട്ട് അടുത്ത കൊല്ലം സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുമ്പോ എവിടുന്ന് കാശുണ്ടാക്കും? ശിശുപാലൻ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്കൊക്കെ തോന്നും പോലെ കുടിക്കാൻ സർക്കാർ കൂട്ടിക്കണമെന്നാണോ? അങ്ങനെയല്ല സർ. മദ്യം നിരോധിച്ച സാറിനെ പോലുള്ളവർക്കൊക്കെ സന്തോഷമായിരിക്കും. പക്ഷെ മാസാവസാനം ശമ്പളം തരാൻ കാശില്ലാതെ സർക്കാർ നക്ഷത്രം എണ്ണുമ്പോ ഈ മദ്യവിരോധികൾ തന്നെ സർക്കാരിനെ തള്ളിപ്പറയും എന്ന് പറയായിരുന്നു. ഒരിക്കലുമില്ല. പിരിച്ചെടുക്കാനുള്ള നികുതി ഊർജിതമായി പിരിച്ചെടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ വില്ലേജിലെ നികുതി കുടിശ്ശികളുടെ കണക്കെടുക്കാൻ പറഞ്ഞിട്ട് എന്തായി? തീരാറായി സാർ. കണക്കെടുത്താൽ മാത്രം പോരാ, നികുതി അടയ്ക്കാനുള്ളവരെ നേരിട്ട് കണ്ട് നികുതി അടയ്ക്കാൻ പറയണം. ഈ മാസം നമുക്ക് പരമാവധി നികുതി പിരിച്ചെടുക്കണം. അതൊക്കെ അത്ര എളുപ്പമാണോ സാർ? എളുപ്പമല്ലെങ്കിലും ചെയ്തേ പറ്റൂ. ശമ്പളം വാങ്ങിയാൽ മാത്രം പോരല്ലോ ശിശുപാല, ജോലി ചെയ്യാൻ വേണ്ടേ? ചുരുക്കി പറഞ്ഞ നമ്മൾ വീട് വീടാന്തര കയറി ഇറങ്ങി ഭൂനികുതിയും കെട്ടിടത്തിന്റെ ഒറ്റത്തവണ നികുതിയും പിരിക്കേണ്ടി വരും. ഇതിലും നല്ലത് മദ്യം നിരോധിക്കാതിരിക്കുകയായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായോ? എന്നെ പോലുള്ളവർ 2 പെഗ് അടിക്കുന്നതായിരുന്നു നിങ്ങളുടെ പ്രശ്നം. ഇപ്പോഴോ വെയിലത്ത് ഇറങ്ങി നടന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി നികുതി പിരിക്ക്.
ഹലോ, അതെ മോഹനേഷനാണ്. ആ നമസ്കാരം സാർ. ഈ പ്രഭാകരൻ കോൺട്രാക്ടർക്ക് നമ്മളൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എന്താ സാർ ചെയ്യുക? MLA തന്നെ ഇങ്ങനെ പറയാന്ന് വെച്ചാ ശരി സാർ, പ്രഭാകരൻ കോൺട്രാക്ടറോട് വരാൻ പറഞ്ഞാൽ മതി. ആ ശിശുപാല, സാർ. ആ പ്രഭാകരൻ കോൺട്രാക്ടറുടെ പുതിയ വീടിന്റെ ഒറ്റത്തവണ നികുതി അടയ്ക്കാൻ പറഞ്ഞായിരുന്നോ? ഓ സാർ, കാശടയ്ക്കാൻ പറഞ്ഞ് ഇന്റിമേഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാ. അയാൾ ഇപ്പം ഇങ്ങോട്ട് വരും. അയാൾ എപ്പോ വന്നാലും എന്നെ വിളിക്കണം. വിളിക്കാൻ സാർ. എത്ര നികുതി? 4500 രൂപ. ശരി സാർ. ഈ പ്രഭാകരൻ കോൺട്രാക്ടറും ഡെപ്യൂട്ടി തഹസിൽദാറും വലിയ അടുപ്പാ. അതുപോലെ MLAയുമായും പ്രഭാകരൻ സാറിന് വലിയ പരിചയം. അതുകൊണ്ട് നികുതി അടയ്ക്കണ്ടേ? അടയ്ക്കണം. എന്നെ ഏൽപ്പിച്ച കണക്ക് തീർത്തിട്ടുണ്ട് പ്രൊഫസറെ. ഇനി എനിക്ക് പോയി ചായ കുടിച്ചിട്ട് വരാമല്ലോ. അങ്ങനെ പോയാൽ എങ്ങനെ ശിശുപാലൻ ചേട്ടാ? എന്നെ ഒന്ന് സഹായിക്ക്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇത് ഇന്ന് രാത്രി ആയാലും തീരില്ല. പെട്ടെന്ന് തീർക്കാതിരിക്കുന്ന നല്ലത്. കണക്കെടുപ്പ് തീർത്ത പിന്നെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങേണ്ടി വരും. നമസ്കാരം. അല്ല, ആരാ ഇത്? പ്രഭാകരൻ കോൺട്രാക്ടർ. ഈ ഭാഗത്തേക്ക് കണ്ടിട്ട് നാളുകുറെ ആയല്ലോ. എങ്ങനെ വരാനാ, നേരം കിട്ടണ്ടേ? ഞാനിപ്പോ റെയിൽവേയുടെ കോൺട്രാക്റ്റാ നടത്തുന്നത്. അതും 1-2 രൂപയുടെ പണിയല്ല, കോടിക്കണക്കിന് രൂപയുടെയാ. പണി തീർത്ത ഉടനെ കാശും കിട്ടും. അതിപ്പോ കാശ് ഇവിടെ ആയാലും കിട്ടില്ലേ? എവിടെ നിന്ന് കിട്ടാൻ? PWDയുടെ റോഡ് പണി ചെയ്തതിന്റെ പേരിൽ എനിക്ക് എത്ര ലക്ഷം രൂപ ഇവിടുത്തെ സർക്കാർ തരാനുള്ളതെന്ന് അറിയാമോ? കാശ് ചോദിച്ചു ചെല്ലുമ്പോ ഏമാമാര് കൈമലർത്തി കാണിക്കുക. ഖജനാവിൽ 10 പൈസ ഇല്ലെന്ന് അവര് പറയുന്നത്. എങ്ങനെ ഉണ്ടാവാനാ? ഒരു വസ്തു തോന്നുന്ന പോലെ ചെലവ്. അക്കൂട്ടത്തിൽ 1 രൂപയ്ക്ക് റേഷനരിയും കൊടുത്ത് സർക്കാർ മുടിയല്ലേ. സർക്കാർ ആശുപത്രി ചികിത്സ ഫ്രീ, സർക്കാർ സ്കൂളിൽ പഠിത്തം ഫ്രീ. ഇങ്ങനെ ഫ്രീ കൊടുത്താ നമ്മൾ ഈ പരുവത്തിലായത്. നമസ്കാരം. നമസ്കാരം. ഞാൻ മോനേഷ് സാറിൽ നിന്ന് കാണാൻ ഇറങ്ങിയതാ. MLA വിളിച്ചില്ലേ? വിളിച്ചു. പ്രഭാകരൻ കോൺട്രാക്ടർ കൊണ്ടുവരും, വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. അതെ അതെ, എന്റെ സാറേ, ഒരാഴ്ച മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ ഒരു കടലാസ് കിടക്കുന്നുണ്ട്. ഞാൻ പുതുതായി വെച്ച വീടിന് 4500 രൂപ ഒറ്റത്തവണ നികുതി വില്ലേജ് ഓഫീസിൽ അടയ്ക്കണമെന്ന്. 4500 രൂപ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടുപ്പമല്ലേ സാറേ? ഒരു വീട് വെച്ചതിന്റെ പ്രയാസം എനിക്കേ അറിയാവൂ. അപ്പൊ ഞാൻ വെച്ച വീടിന്റെ പേരിൽ ഇത്രയും രൂപ നികുതി അടയ്ക്കണമെന്ന് പറഞ്ഞാ? നികുതി നിശ്ചയിച്ചത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. ഞങ്ങൾ കോൺട്രാക്ടർ വീട്ടിൽ വന്ന് അളവെടുത്ത് താലൂക്ക് ഓഫീസിലേക്ക് അയച്ചു, അത്രമാത്രം. എന്തായാലും എനിക്ക് കുറച്ച് സാവകാശം വേണം, അതിനാ ഞാൻ വന്നത്. ഞാൻ വന്ന് പറഞ്ഞാൽ മോനേഷ് സാർ കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ MLA കൊണ്ട് വിളിപ്പിച്ചത്. MLA പറഞ്ഞാലും ഈ വിഷയത്തിൽ ഞാൻ അനുസരിക്കില്ല. അനുസരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നികുതി പിരിക്കേണ്ടത് എന്റെ ജോലിയാണ്. എന്റെ ജോലി ഞാൻ സത്യസന്ധമായി ചെയ്യരുതെന്ന് MLA പറയുന്നത് ശരിയാണോ? കോൺട്രാക്ടർ വീട് എത്ര ചതുരശ്ര അടിയാണ്? 4200. അതിന് എത്ര രൂപ ചെലവായി? ഒരു 1 കോടിക്കടുത്തായി. 1 കോടി രൂപ മുടക്കി വീട് വെച്ച പ്രഭാകരൻ കോൺട്രാക്ടർക്ക് 4500 രൂപ നികുതി അടയ്ക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലുള്ളവർ നികുതി അടയ്ക്കാത്തത് കൊണ്ടാണ് സർക്കാരിന്റെ വരുമാനം കുറഞ്ഞതും ഖജനാവിൽ കാശില്ലാതായതും. പിടിച്ചു നിൽക്കാനായി സർക്കാർ കറണ്ടിന്റെയും വെള്ളത്തിന്റെയും പെട്രോളിന്റെയൊക്കെ വില കൂട്ടുന്നു. ചുരുക്കത്തിൽ നിങ്ങളെപ്പോലുള്ള വലിയ സമ്പന്നന്മാർ കൃത്യമായി നികുതി അടയ്ക്കാത്തത് കൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യർ വീണ്ടും വീണ്ടും കഷ്ടപ്പെടേണ്ടി വരുന്നത്. പക്ഷെ സാറേ, ഒരു പക്ഷേയുമില്ല. ഒരാഴ്ചക്കുള്ളിൽ നികുതി അടച്ചില്ലെങ്കിൽ പ്രഭാകരൻ കോൺട്രാക്ടർ വിവരം അറിയും. വേണ്ടി വന്നാൽ കോൺട്രാക്ടർ വീട് ജപ്തി ചെയ്ത് പണം ഈടാക്കാനും ഞങ്ങൾക്ക് ഒരു വഴിയില്ല. പ്രഭാകരൻ കോൺട്രാക്ടറെ കളി റവന്യൂ വകുപ്പിനോട് വേണ്ട, ജപ്തി ഞങ്ങൾക്കൊരു കുട്ടികളിയാ. ആഹാ.
ഓഹോ, MLA പറഞ്ഞാലും കേൾക്കാത്ത വില്ലേജ് ഓഫീസറോ? നിന്ന നിപ്പി കാസർഗോട്ടേക്ക് സ്ഥലമാറ്റം കിട്ടുമ്പോഴേ പഠിക്കൂ. പെൻഷൻ ആകുന്നത് വരെ ഇവിടെ തന്നെ ജോലി ചെയ്തോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. മാത്രമല്ല, സർക്കാർ തീരുമാനിക്കുന്ന ഏത് സ്ഥലത്തും ജോലി ചെയ്തോളാമെന്ന കരാറിലാണ് എന്നെ സർക്കാർ ഈ പണിക്ക് എടുത്തിരിക്കുന്നത്. ഇവിടെ കോടതിയുണ്ടല്ലോ, നമുക്ക് കാണാം. എന്തായാലും വില്ലേജ് ഓഫീസറേക്കാൾ വലുത് കോടതിയല്ലേ? കോടതി പോകാൻ ചെലവാകുന്നതിന്റെ പകുതി കാശ് പോലും ആകുന്നില്ലല്ലോ നികുതി അടയ്ക്കാൻ. അതങ്ങ് അടക്കി കോൺട്രാക്ടറെ, അതാ നല്ലത്. എനിക്ക് എന്റെ അഭിമാനം വരുത്, ഞാൻ ശരിയാക്കി തരാം. ഒന്നും ശരിയാക്കാനില്ല. ഏത് കോടതി പോയിട്ട് കാര്യവുമില്ല. കോൺട്രാക്ടർക്ക് മോഹനേഷ് സാറിനെ പറ്റി അത്ര നിശ്ചയമില്ല. അരി വാങ്ങാൻ നിവൃത്തിയില്ലാത്ത പട്ടിണിക്കാർ കൃത്യമായിട്ട് നികുതി അടയ്ക്കുന്നു. ഇവനെ പോലുള്ള കാശുകാർക്ക് അധികാരം. ചുമ്മാതല്ല ഈ നാട് നന്നാകത്തത്. ചായ. ചായയൊക്കെ നേരത്തെ ഉണ്ടാക്കിയോ? ആത്മാർത്ഥമായി സത്യസന്ധമായും ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന് സമയത്ത് ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്വമല്ലേ? നീ എന്തോ മനസ്സിലാണല്ലോ സംസാരിക്കുന്നത്. വില്ലേജ് ഓഫീസിൽ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എങ്ങനെ? വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പ്രഭാകരൻ കോൺട്രാക്ടർ വക്കീലാഫീസിൽ വന്നിരുന്നു വിശ്വനാഥ് സാറിനെ കാണാൻ. റവന്യൂ റിക്കവറി ഉണ്ടായാൽ എങ്ങനെ തടയുമെന്ന് അന്വേഷിക്കാനാണ് വന്നത്. എന്നിട്ട് മര്യാദയ്ക്ക് നികുതി അടയ്ക്കാൻ പറഞ്ഞു വിശ്വനാഥ് സാറ്. ഇതുപോലുള്ള കേസുമായി മേലിൽ സാറിനെ കാണാൻ വരരുതെന്നും പറഞ്ഞു. നന്നായി. വിശ്വനാഥ സാറ് വേറെ ചില കാര്യങ്ങളും പറഞ്ഞു. എന്നോട് സാറ് പറയുക, ഈ മോഹനകൃഷ്ണൻ ഒരു സംഭവം തന്നെയാണല്ലോ സത്യഭാമേ, ഇത്രയും സത്യസോഗസൻ വേറെ ഉണ്ടോന്ന്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അഭിമാനമായി പോയില്ലേ. എന്റെ വില്ലേജ് ഓഫീസർ ഒരു സംഭവം തന്നെയാ. പക്ഷേ രാവിലെ നീ അങ്ങനെയല്ലോ പറഞ്ഞത്. സർക്കാർ പറയുന്നത് വെള്ളം തൊടാതെ മെഴുങ്ങുന്ന ഒരു വിഡ്ഢിയാണ് ഞാൻ എന്ന് നീ പറഞ്ഞില്ലേ? വീട്ടിലാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഭാമേ, ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ അനുസരിക്കാൻ ബാധ്യതയുള്ളവനാണ്. സർക്കാരിന് തെറ്റുപറ്റുമ്പോൾ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ സർക്കാർ ഉദ്യോഗസ്ഥന് അവകാശമില്ല. സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടേണ്ടത് രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളുമാണ്. രാവിലെ നീ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുള്ളത് കൊണ്ടാണ് ഞാൻ എതിർക്കാതിരുന്നത്. പറച്ചിലിനേക്കാൾ പ്രവൃത്തിയാണ് ശരി എന്നുള്ളതാണ് എന്റെ പ്രമാണം. 23,000 കോടി രൂപയുടെ നികുതി കുടിശ്ശികയുള്ള ഒരു രാജ്യത്ത് ആ കാശ് സത്യസന്ധമായി പിരിച്ചെടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഇന്ന് എന്നെ കൊണ്ടാവുന്നത് ചെയ്യാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. മോഹനേട്ടൻ ചെയ്തതാ ശരി. മോഹനേട്ടൻ വിചാരിക്കുന്നത് പോലെ ഈ നാട്ടിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വിചാരിച്ചിരുന്നെങ്കിൽ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടുകൾ എന്നേ ഒഴിവാക്കായിരുന്നു. ഭാമേ, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനും നിസ്സഹായനുമായ ഒരു മനുഷ്യന്റെ മുഖം മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ആ മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ആലോചിക്കുക. എന്നിട്ട് മാത്രം അത് ചെയ്യുക. ഗാന്ധിജിയുടെ ആ വാക്കുകൾ നമ്മുടെ നേതാക്കന്മാർ അനുസരിച്ചിരുന്നെങ്കിലോ? പൊതുഖജനാവിന്റെ വിശ്വസ്തരായ കാവൽക്കാരായിരിക്കണം രാഷ്ട്രീയ നേതാക്കൾ എന്നാണ് വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ഉത്തരവാദിത്തമില്ലായ്മയും കെടുകാര്യസ്ഥതയും കൊടുകുത്തി വാഴുമ്പോൾ തകർന്നു വീഴുന്നത് ജനാധിപത്യമാണ് എന്ന് ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.